ഞാൻ പിന്നെ റീസെൻ്റ്ലി പുതിയ ബൈക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വെച്ചിട്ട് വേറെ പിന്നെ ഗൈസ് എൻ്റെ ഫ്ലാഷിൻ്റെ പവറുണ്ട് ഗൈസ്, റണ്ണിങ്ങിൻ്റെ ഫ്ലാഷിൻ്റെ പവറുണ്ട്. അപ്പോൾ ഗൈസ് എനിക്കിവിടെ കോളേജിൽ ഇപ്പോൾ ടൈമൊക്കെ നമുക്ക് ബാഗ് എടുത്തിട്ട് കോളേജിൽ പോകാം ഗൈസ്. എൻ്റെ ബാഗ് ഞാൻ ഇവിടെ എവിടെയാണ് വെച്ചത്, ബാഗില്ലെങ്കിൽ ബാഗില്ല പോകേണ്ടി വരും ഗൈസ്. ഇവിടെ എൻ്റെ ബാഗ് കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ ബാഗില്ല, കോളേജിൽ പോകേണ്ടി വരും. അപ്പോൾ ബൈക്ക് എടുക്കാം. പിന്നെ ഗൈസ് നമ്മുടെ സ്കൂളിൽ കോളേജിൽ എനിക്കൊരു ഗ്യാങ് ഒക്കെ ഉണ്ട് ഗൈസ്. ത്രിപതി, ആരവി, യോഹാൻ, നമ്മൾ 4 പേരാണ് ഗൈസ്. കോളേജിൽ ഒറ്റൊരു ഗ്യാങ്ങാണ്. നമുക്ക് നേരെ നമ്മളെ കോളേജിലോട്ട് പോകാം ഗൈസ്. ഒത്തിരി ദൂരമുണ്ട്, കുറച്ച് ഷോയൊക്കെ ഇറങ്ങും ഗൈസ്. പുതിയ ബൈക്ക് കിട്ടിയുണ്ട്. അയ്യോ ഇവിടെ ഇത്ര കണ്ണോ വണ്ടി ഓടിക്കണോ, സോറി. അയാൾ അങ്ങനെ അങ്ങ് വെറുതെ വിട്ട് ശരിയാവില്ല ഗൈസ്. ആർപിജിയോട് അല്ല പിന്നെ നമുക്ക് നേരെ ഇനി നമ്മൾ കോളേജിലോട്ട് പോകാം ഗൈസ്. വണ്ടി അവിടെ ഇടിച്ച് കയറി. ഞാൻ കറങ്ങിത്തിരുന്ന് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തി. ഇങ്ങോട്ടായിരുന്നു ഗൈസ് പോകേണ്ടതെന്നാ തോന്നുന്നത്. ഇതൊന്ന് ഇങ്ങോട്ടാണ്. ഇതാണ് ഗൈസ്, ഇതിലാണ് ഞാൻ അത്രയും ദൂരം പോയത്. കറങ്ങി അടിച്ചിട്ടൊക്കെ നമുക്കിനി പോയി ക്ലാസ്സിൽ കയറാം ഗൈസ്. ക്ലാസ് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഞാൻ നൈസായിട്ട് ക്ലാസ്സും കട്ട് ചെയ്തു. ഞാൻ അറ്റൻഡൻസ് കിട്ടാൻ വേണ്ടി മെയിനായിട്ട് ക്ലാസ്സിൽ വരുന്നതാണ്. ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു ഗ്യാങ്ങിലുള്ള, ഭയങ്കര ബോറിംഗ് ആയിരുന്നു. പിന്നെ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോകാം ഗൈസ്. വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത്രയും വലിയ വീടുണ്ട്, എന്നിട്ട് ഒറ്റൊരു ബൈക്കും ഒരു ഹെലികോപ്റ്ററും മാത്രമേ. ചോപ്പേ കൂട്ടിക്കിറക്കടാ. നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ഗൈസ് നമുക്ക് ഗ്ലാസ് മാറ്റാം. ഇനി നമുക്ക് ഒരു സ്വിമ്മിംഗ് പൂളിൽ ചാടാം ഗൈസ്. അങ്ങറ്റന്നെ ഓടി നിന്ന് ചാടാം ഗൈസ്. നമ്മളങ്ങനെ ചാടി എത്തിയിട്ടുണ്ട് ഗൈസ്. എനിക്കൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ആ ഹെലികോപ്റ്റർ എടുത്ത് വെള്ളത്തിൽ നിൽക്കാം ഗൈസ്. ആ ഹെലികോപ്റ്റർ പിന്നെ ഇതാണ്, വാട്ടർ പ്രൂഫാണ്, കുഴപ്പമില്ല. ഗൈസ് നമുക്കിപ്പോൾ ഈ ഹെലികോപ്റ്റർ എടുത്ത് നേരെ വെള്ളത്തിൽ പോവാം. എന്നാലേ വെള്ളത്തിൻ്റെ അടിയിൽ പോകും.
അധികം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ പോകാൻ പറ്റത്തില്ല ഗൈസ്. ഞാൻ വെള്ളത്തിൽ മണ്ടയിൽ ഫ്ലോട്ടായി കിടന്നിട്ട് മുങ്ങാൻ നോക്കിയാൽ പറ്റത്തില്ല. ലീഫ് തട്ടരുത്. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ നടക്കണ ഗൈസ്. അയ്യോ ശ്വാസം കിട്ടല്ലേ. അയ്യോ മതി ഗൈസ്, കുളിച്ചത് മതി. നമുക്ക് കയറി മണ്ടേ പോയിട്ട് വേഗം ഡ്രസ്സ് ഇടാം ഗൈസ്. ഡ്രസ്സ് മാറ്റാം ഗൈസ്. വേറൊരു ബനിയനും നിക്കറും എടുത്തിട്ടിട്ട് കിടക്കണം ഉറങ്ങാം ഗൈസ്. അല്ലെങ്കിൽ ഈ ഷർട്ട് ഇടാം ഗൈസ്. ഓപ്പൺഡായി കിടക്കുന്ന ഈ ഷർട്ട് അങ്ങ് എടുത്തിടാം. നമുക്ക് ഇപ്പം പോയി കിടക്കണ്ട ഗൈസ്. നമുക്ക് കുറച്ച് നേരം ഗെയിം കളിക്കാം. ഗെയിമിംഗ് റൂം എവിടെയാണ്? ഇവിടെ കളിയുണ്ട് ഗൈസ്. മണ്ടയിലൊരു ഗെയിമിംഗ് റൂമുണ്ട്. സെറ്റ് ഗെയിമിംഗ് റൂമാണ്. 3 മോണിറ്ററൊക്കെ തോന്നുന്നത്. എനിക്ക് ഓർമ്മയില്ല ഗൈസ്, കുറേ നാളായി ഗെയിമൊക്കെ കളിച്ചിട്ട്. ഗൈസ് ഇതാണ് എൻ്റെ ഗെയിമിംഗ് സിറ്റി. ഇവിടെ നിന്ന് കുറച്ച് ഗെയിം കളിക്കാം. ഗൈസ് ഞാൻ അവിടെ കിടന്ന് ഗെയിമൊക്കെ കളിച്ച് കുറേ പോയി. ഇപ്പോൾ ഇവിടെ രാവിലെ ആയി. എനിക്കിവിടെ കോളേജിൽ പോകാൻ ടൈമായി ഗൈസ്. ഉറങ്ങിയില്ല ഗൈസ്. നമുക്കിപ്പോൾ വേറെ ഇന്നലെ ഇട്ട ഹുഡി തന്നെ എടുത്തിടാം. ഗ്ലാസ് വയ്ക്കാം. നമുക്ക് ഈ പാൻറ് ഇടാം ഗൈസ്. നമുക്ക് ഷർട്ട് ഇടാം ഗൈസ്. ഹുഡി എന്നും ഇടണേണ്. നമുക്ക് ഷർട്ട് ഇടാം ഗൈസ്. ഈ ഷർട്ട് മതി ഗൈസ്. ഇത് മതി. സെറ്റ് ഷർട്ടായി. ഇതൊന്ന് പൊട്ടിക്കാം ഗൈസ്. ഈ വെപ്പൺസ് എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ട് പോകാം ഗൈസ്. സാറ് പിടിച്ച സീനാവും. ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വെപ്പൺസ് എല്ലാം. നമുക്ക് ഈ ബൈക്ക് ഒന്ന് എടുക്കാം. നമുക്ക് നേരെ നമ്മുടെ കോളേജിലോട്ട് പോകും ഗൈസ്. അവിടെ ഇന്നെങ്കിലും അവന്മാരിൽ ഏതാണെങ്കിലും ഒരുത്തം വന്നാൽ മതിയായിരുന്നു ഗൈസ്. എവിടെയാണ്? ഇവിടെയാണ് ഞാൻ ഇന്നലെ വന്നത്. മറന്നു ഗൈസ്. അവിടെ തന്നെ. ഹെൽമെറ്റ് ഒന്നും വെക്കാതെ ഗൈസ് വണ്ടി അടിക്കണം. ഫൈൻ എന്നാൽ തീർന്ന്. വണ്ടിയും പോവും, ഫൈൻ പറയണം. ഇവിടെ എത്താം. അവൻ വേണമെങ്കിൽ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാൻ ഗൈസ്. അവൻ വന്നിട്ട് എൻ്റെ ഫ്രണ്ട് ഇതേ ഇവിടെ വന്നിട്ടുണ്ട്. ഇവൻ്റെ പേരാണ് ദ്രുപ്പത്. ദ്രുപ്പത് നോക്കടാ, ഞാൻ പുതിയ വണ്ടി എടുത്ത്. ആടാ കിട്ടില്ല വണ്ടി. ജഗിന്ന് വന്നാടാ. ഓടാ വാഴ വന്ന് ഗൈസ്. ജഗ ആരെന്നറിയാമോ ഗൈസ്? അവൻ ക്ലാസ്സിലെല്ലാവരും അടിക്കും ഗൈസ്. വാഴയാണ് ഗൈസ്. അവൻ എല്ലാവരും അടിക്കും. എടാ നീ എന്തുകൊണ്ട് എൻ്റെ തലകൊണ്ടേക്ക് അറിയിക്കണം. സോറി. അവൻ എന്നിട്ട് ശരി ഇങ്ങോട്ട് ചൊറിയാൻ വേണമെങ്കിൽ ആടിക്ക് അടിക്കണം. നീ വൈകുന്നേരം വേണേ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം. ബാ ക്ലാസ്സിൽ കയറാം. നമ്മളെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് ബൈക്കിൽ പോവാം. ആടാ നീ കയറ്. ഒന്ന് കയറാ. ആടാ ഞാൻ കയറി വിട്ടോ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അയ്യോ വള ഇവിടെ സിറ്റിംഗ് ഇതുണ്ട്. അവിടെ കൊണ്ട് എത്താം.
ഞാൻ ഇറങ്ങാം. വേണ്ട, നീ എവിടെ ഇരുന്നു? ഏയ് ഇവെവിടെ? ഏതുകൊണ്ട് അങ്ങ് ഒറ്റത്തിരിക്കണ ഇത്രട്ട് അങ്ങ് ഓടിപ്പോയോ? ഇങ്ങോട്ടോടാ. ആടാ ഇതാ വരുന്നു. നീ അങ്ങോട്ട് എത്രോട്ടും അവിടെ പോയത്? കഴിവടാ. ആ വാ, നമുക്ക് ഇവിടെ സംസാരിക്കാം. ആ വാഴയ്ക്ക് എന്താണ് വെച്ചാൽ നീ വാഴകളെ മണ്ണാളെ വാഴത് ജഗനല്ലടാ വേണം. അവൻ വായിട്ട് കുറേ നാളായിട്ട് ഞാൻ ഓങ്ങി വെച്ചിരിക്കും ഒറ്റയ്ക്ക് കിട്ടെ. ഇതാണത് ജഗൻ. ഇവിടെ മണ്ണാളെ നിങ്ങൾ കുറേ നാളായില്ലേ എന്നെ അടിക്കുമെന്ന് പറയണേ. വാടാ ഒന്ന് അടിയടാ. അടിയണോ? അടിച്ച് അയ്യേ ഇത്രേ ഉള്ളൂ. അടിയടാവേ. എടാ ഞാൻ ഇപ്പോൾ വരാടാ, ഞാൻ ഇപ്പോൾ വരും. നിങ്ങളവിടെ നിന്നോ. അവൻ പറയണോ ഓ ഇപ്പോൾ വരാമെന്നാണ്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം, അവൻ വരണോ വരാം. അവൻ വീണ്ടും കണ്ടിട്ടുണ്ട്. എടാ നീ എന്തോന്ന് വാഴേ എന്ത് ഇതാ വീണ്ടും ഇറങ്ങി ഓടൻ. എടാ ഞാൻ എൻ്റെ ചേട്ടനെ പറഞ്ഞു വിടൂടാ. ആ നീ എന്തെങ്കിലും ചെയ്യും ചോദിച്ചാൽ അവൻ്റെ ചേട്ടനെ പറഞ്ഞു വിടുന്നു. ചേട്ടമായിട്ട് നമുക്കിവിടെ ആ ഇതോടെ എൻ്റെ ചേട്ടൻ നിങ്ങളിവനെ അടിച്ചെന്ന് കേട്ടെ. ആ അടിക്കും തന്നെ അടിക്കും താനാടാ. അത്രക്കേ ഇതടിച്ചു. ഓ ഗൈസ് അയാൾ നമ്മൾ ഇടിക്കാൻ വരും. അയ്യോ എടാ അടിയണവനെ. ഗൈസിനെ വെപ്പൺസും ഇല്ല. അടിക്കണം ഗൈസ് അവനെ. പക്ഷേ ഗൈസ് അവൻ ഒഴിഞ്ഞ് മാറുവാണ്. ശിവന്മാരെ അടിച്ച ബോധം കിടക്കണം ഗൈസ്. ഗൈസ് എൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട് ഗൈസ്. സ്റ്റൺ ഗണ്ണുണ്ട്. ഞാൻ അതെടുക്കാം. ഞാൻ സ്റ്റൺ ഗൺ കയ്യിലെടുക്കും. എന്താടാ ഇയാളെ സ്റ്റണ്ടായില്ല. അവൻ ബോധം കെടുത്തില്ല ഗൈസ്. ഓക്കെ അവനും ബോധം കിട്ടി. നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യും. ഓക്കെ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അയ്യോ